ബിനിൽ ലീല സാബുവും അഞ്ജു ജയപ്രകാശുമാണ് അവിടെ സംഭവ സ്ഥലത്തു നിന്നും നമുക്ക് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്കിപ്പോൾ ബിനിലിലേക്ക് പോകാം. ബിനിൽ, എന്തായാലും ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു, ഇരിക്കുന്ന നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനിയും വ്യക്തത വരേണ്ട പല കാര്യങ്ങളുമുണ്ട്. എങ്ങനെയാണ് ആ മൃതദേഹം ആ കല്ലറയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ മൃതദേഹത്തിന് എത്ര ദിവസത്തെ പഴക്കമുണ്ട്, ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ അവിടുത്തെ നടപടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിലവിൽ എന്തായാലും ഈ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് ശരീരം പൂർണ്ണമായി അഴുകിയ നിലയിലല്ല ഉള്ളത്. കാരണം കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ഒക്കെ അതിൽ ആ മണ്ഡപത്തിൽ ഇട്ട ശേഷമാണ്, അദ്ദേഹത്തെ ഇരുത്തിയ ശേഷം അതിലിട്ട ശേഷമാണ് ആ സ്ലാബ് മൂടിയിട്ടുള്ളത്. നെഞ്ചിന് മുകൾ വരെ ഇത്തരത്തിൽ ഭസ്മവും അതോടൊപ്പം മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇട്ടു എന്നാണ് മകൻ നേരത്തെ പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാണ് മകൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളതും. ഏകദേശം നെഞ്ചിന് മുകൾ ഭാഗം വരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ആദ്യം മുകളിലെ സ്ലാബാണ് പൊളിച്ച് നീക്കിയത്. പൊളിച്ച് നീക്കിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ തല അതിൽ ഉണ്ടായിരുന്നു. അഴുകി തുടങ്ങിയിരുന്നു, പക്ഷേ പൂർണ്ണമായി അഴുകിയ നിലയിലല്ല. 7 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെതായ ഇതുണ്ട്. മാത്രമല്ല ഈ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ഉള്ളതുകൊണ്ട് പൂർണ്ണമായി അഴുകിയ നിലയിലായിരുന്നില്ല മൃതദേഹം ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടം എവിടെയാണ് എന്നുള്ളതിലായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുത്തു. അതിന്റെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാകും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനോടൊപ്പം തന്നെ യാന്ത്രികാവയവയുടെ രാസപരിശോധന ഫലമൊക്കെ വരണം. അത് കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന നടപടിയാണ്. എന്തായാലും അതിനുശേഷമാകും ഇപ്പോൾ പറഞ്ഞ സ്വാതി ചോദിച്ച ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത അങ്ങനെയാണ് വരാൻ സാധിക്കുക. ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. നിലവിൽ ഈ മകന്റെ മൊഴി പ്രകാരം അല്ലെങ്കിൽ മകന്റെ പ്രതികരണ പ്രകാരം ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണ് ആ മൊഴി പ്രകാരമുള്ളത്. ഇനിയിപ്പോൾ അത് പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. സാങ്കേതിക വശമാണ് അതിന്റെ. അതോടൊപ്പം തന്നെ ഈ മരണം സംഭവിച്ചത് ജീവനുള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തെ ആ സ്ലാബിട്ട് മൂടുകയായിരുന്നു എന്നുള്ള സംശയമുണ്ട്. അയൽവാസികൾ തുടക്കം മുതൽ തന്നെ ആ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ വ്യക്തത വരണം. അതിന് പോസ്റ്റ്മോർട്ടം കൂടിയേ തീരൂ. എങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്? ജീവനുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തെ ഈ സ്ലാബിട്ട് മൂടുകയായിരുന്നു, അതോ മരിച്ച ശേഷമാണോ ഇത്? ഈ സമയപ്രകാരം ഈ മകൻ ചില സമയങ്ങളൊക്കെ പറയുന്നുണ്ട്. പിതാവ് മരിച്ച ശേഷം നടന്നുപോയി അവിടെ പത്മാസനത്തിൽ ഇരുന്ന് അതിനുശേഷം പ്രാണൻ സ്വയം വെടിഞ്ഞു. അതിനുശേഷമാണ് താൻ ഈ പൂജകൾ പൂർത്തിയാക്കിയത് എന്ന് മകൻ പറഞ്ഞിരുന്നു. അത്തരം സമയങ്ങൾ, ഇവരുടെ മൊഴി പ്രകാരമുള്ള സമയങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും പരിശോധിക്കുക ഇദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് ശ്വാസതടസ്സം നേരിട്ടുള്ള മരണമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സ്ലാബിട്ട് മൂടിയ ശേഷം അദ്ദേഹത്തിന് ശ്വാസതടസ്സമുണ്ടായി മരിച്ചതാണോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുള്ള സംശയം പോലീസ് തോന്നാൻ കാരണം അയൽവാസികളുടെ അടക്കം മൊഴിയാണ്. ഈ മകന്റെ അടക്കം ഭാര്യയുടെ അടക്കം മൊഴിയുണ്ട്. അതിൽ പറയുന്ന കാര്യം പിതാവിന് രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു, പ്രമേഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ കൂടിയ നിലയിലാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇൻസുലിൻ അടക്കം എടുക്കുന്ന ആളാണ്, മരുന്ന് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് പിന്നെ മറ്റൊന്ന് പറയുന്നത്, അയൽവാസികൾ പറയുന്നത്, അങ്ങനെ രോഗമുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും ദൂരം, ഏകദേശം 50 മീറ്റർ അകലെയുള്ള, വീട്ടിൽ നിന്ന് 50 മീറ്റർ അകലെയുള്ള ഈ മണ്ഡപത്തിലേക്ക് നടന്നു വന്ന് ആ പീഠത്തിൽ ഇരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം പ്രദേശവാസികൾ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല അയൽവാസികൾ നേരത്തെ തന്നെ, നമ്മളിപ്പോൾ തന്നെ പ്രദേശവാസിയുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ കുറച്ച് നാളായി ഇവിടേക്ക് പുറത്തേക്ക് കാണാറില്ലായിരുന്നു, കിടപ്പിലായിരുന്നു എന്നൊരു മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടേക്ക് നടന്നു വന്ന് എങ്ങനെ ഈ സമാധിയാകും എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അത് പ്രസക്തമായ ചോദ്യമാണ്. അതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരണം. ആ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകണം. രാസപരിശോധനാ ഫലം വരണം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഇദ്ദേഹം ശ്വാസതടസ്സം ഉണ്ടായി മരിച്ചതാണെങ്കിൽ ഈ സമയക്രമത്തിലേക്ക് മാറ്റമുണ്ടെങ്കിൽ പോലീസിന് തീർച്ചയായിട്ടും നിയമ നടപടികളിലേക്ക് പോകാം. കൊലപാതക കുറ്റമടക്കം ചുമത്തിയുള്ള നിയമ നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയും. അതിന് ഏറ്റവും പ്രധാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടം എവിടെയാണ് നടക്കുക എന്നുള്ളതായിരുന്നു. അത് മെഡിക്കൽ കോളേജിലായിരിക്കും എന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും മൃതദേഹം പുറത്തേക്ക് എടുത്തു. തുടക്കം മുതൽ പറയുന്നത്, മകൻ പറയുന്നത്, പിതാവ് ഇരിക്കുകയായിരുന്നു, പത്മാസനത്തിൽ ഇരുന്ന് പ്രാണൻ വെടിയുകയായിരുന്നു എന്നുള്ളതാണ്. അത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് മകൻ പറഞ്ഞ പ്രാണൻ വെടിയുന്ന രീതിയല്ല, ഈ ഇരുന്ന രീതി, അതായത് ഈ പിതാവിനെ ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചിന് മുകളിൽ വരെ ഭസ്മം ഉപയോഗിച്ച്, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് മൂടിയിരുന്നു എന്ന് മകൻ പറയുന്നുണ്ട്. അതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ലാബ് ഇളക്കിയപ്പോൾ അത് തലയാണ് ആദ്യം കാണാൻ സാധിച്ചത്. എന്തായാലും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിൽ തന്നെ അത് പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാകും മൃതദേഹം ഇവിടെ നിന്നും മാറ്റുക. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു സ്ഥിതിയല്ല. നേരത്തെ കളക്ടറുടെ ഓർഡറോടുകൂടി ഇവിടേക്ക് വന്ന ഈ മൃതദേഹം പരിശോധിക്കാൻ അല്ലെങ്കിൽ കല്ലറ പൊളിക്കാനുള്ള നടപടി പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് ആ പ്രതിഷേധങ്ങളുടെ ഒരു ലാഞ്ചനം പോലും ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒരു ചെറിയ പ്രതിഷേധം പോലും ഇല്ല. കുടുംബത്തിൽ ഇവിടെ ഉള്ളത് മകനാണ്. ആ മകന്റെ അടുത്ത് തന്നെ പോലീസ് നിൽക്കുന്നുണ്ട് താനും. എന്തായാലും അത്തരം കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഒരു പ്രശ്നം ഇവിടെയില്ല.
ഉണ്ടാകുന്നില്ല. വളരെ ശാന്തമായി തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതാണ്, കോടതിയുടെ ഉത്തരവാണ്, കോടതിയുടെ അനുകൂല നിലപാടാണ്. നിലവിൽ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലീസിന് അസ്വാഭാവിക മരണവുമായി അല്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന പോലീസ് കോടതി പറഞ്ഞതാണ്. ആ നടപടിയാണ് പോലീസ് ഇപ്പോൾ തുടരുന്നത്. അത് എന്തായാലും നിലവിൽ ഇവിടെ പ്രദേശവാസികൾക്ക് പോലും ഇവിടേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മാധ്യമങ്ങളെ പോലും ഏകദേശം 100 മീറ്റർ അകലെ വടകെട്ടി തടഞ്ഞിരിക്കുകയാണ്. അടുത്തേക്ക് എത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ആ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അവിടേക്ക് പോകേണ്ടതില്ല എന്നാണ് പോലീസ് നേരത്തെ തന്നെ എടുക്കുന്ന കാര്യം. മാത്രമല്ല ഇവിടേക്കുള്ള റോഡുകൾ പോലും പോലീസ് നിയന്ത്രണം ഏറ്റെടുത്ത് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളാണ്. ആ പ്രതിഷേധം എന്ന് പറയുന്നത് ചില വർഗീയ സ്വഭാവത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം പോലും നടന്നിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പോലീസ് വളരെ മികച്ച രീതിയിലാണ്, അല്ലെങ്കിൽ സൗമ്യമായി തന്നെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നത് തടയുന്നത് പോലും പോലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് പ്രധാനമായും ഈ ഗോവിന്ദ് സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് തുടർച്ചയായി തന്നെ ആളുകൾ ഉന്നയിച്ച ചോദ്യമാണ്. ആ ചോദ്യങ്ങൾ ഇതാണ്: ഒന്ന്, ഗോവിന്ദ് സ്വാമി എങ്ങനെ മരിച്ചു, എപ്പോൾ മരിച്ചു, അതോടൊപ്പം മരണകാരണം എന്ത്? ഈ 3 ചോദ്യങ്ങൾ പ്രധാനമായും ഈ പ്രദേശവാസികൾ ഉന്നയിച്ചതാണ്. മലയാളികൾ ഒന്നടങ്കം കഴിഞ്ഞ 7 ദിവസങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ്. പോലീസിന് അറിയേണ്ടത് അതാണ്. അങ്ങനെ ഇതൊരു കൊലപാതകമാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കണ്ടെത്തലുകൾ പോലീസിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് നിയമ നടപടികളുമായി കൊലക്കുറ്റമടക്കം ചുമത്തി അത്തരം രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയും. എന്തായാലും അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും കുടുംബത്തിന്റെ വിചിത്രവാദമൊക്കെ ഇപ്പോഴും അവർ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തുടക്കത്തിൽ അവർ ഇവിടെ വന്ന് കളക്ടർ ഉത്തരവുമായി ഈ കല്ലറ പൊളിക്കാനുള്ള ആ ഘട്ടത്തിൽ ഇവർ പറഞ്ഞത് വലിയ പ്രതിഷേധം, നമുക്ക് ദൃശ്യങ്ങൾ പോലും നമ്മൾ കണ്ടതാണ്. അവർ പറഞ്ഞ കാര്യം, ഇതിൽ തൊട്ടാൽ അല്ലെങ്കിൽ ഈ മൃതദേഹം പുറത്തെടുത്താൽ അതിന്റെ സമാധിയായതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമെന്ന വാദമാണ്, അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത്. അത് നിരന്തരം ഉന്നയിച്ചു. പിന്നീട് പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോയി ചർച്ച നടത്തിയപ്പോൾ പോലും, അല്ലെങ്കിൽ ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പോലും അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്ന കാര്യം അതാണ്. കാരണം തങ്ങളുടെ പിതാവ് സമാധിയായതാണ്, മരിച്ചതല്ല. ആ സമാധിയായ ആളെ എങ്ങനെയാണ് പുറത്തേക്ക് അറിയിക്കുക, മറ്റാരെ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മാത്രമേ അപ്പോൾ ഒപ്പം ഉണ്ടാകൂ എന്ന് ഇളയ മകൻ, പൂജാരിയായ മകൻ പറയുന്നു. പിതാവ് തന്നോട് പറഞ്ഞു, ആരെയും അറിയിക്കരുത്, ഈ പൂജകൾ ചെയ്യണം. ശരി, തുടരുക.